2025 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ ഡേ 1 ഇന്നലെ അവസാനിച്ചപ്പോൾ ഓസ്ട്രേലിയ നേരിയ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഡേ 1ന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഒരു ടിപ്പിക്കൽ ലോഡ്സ് ട്രാക്ക് ആയിരുന്നില്ല മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ തന്നെ കേശവ് മഹാരാജിന് ടേണും റബാദയ്ക്ക് അൺഈവൻ ബൗൺസും കിട്ടുന്നുണ്ടായിരുന്നു. തുടർച്ചയായി 3 മെയ്ഡൻ ഓവറോടെ തുടങ്ങിയ സൗത്ത് ആഫ്രിക്ക കവാജ, ഗ്രീൻ തുടങ്ങി 2 പേരെയും പുറത്താക്കി 16-2 എന്ന നിലയിലേക്ക് ഓസ്ട്രേലിയ എത്തിച്ചിരുന്നു. ടീം ടോട്ടൽ 46 ആയപ്പോൾ ലബിഷൈനും 67 ഹെഡും പോയതോടെ 67-4 എന്ന നിലയിലേക്ക് ഓസ്ട്രേലിയ തകർന്നു. എന്നാൽ വെബ്സ്റ്റർ സ്മിത്ത് ജോഡി 79 റൺസിന്റെ പാർട്ണർഷിപ്പും സ്മിത്ത് പോയി കഴിഞ്ഞ് ക്യാരി വെബ്സ്റ്റർ ജോഡി 46 റൺസിന്റെ പാർട്ണർഷിപ്പും കൂട്ടിച്ചേർത്ത് ഓസ്ട്രേലിയ തകർച്ചയിൽ നിന്നും രക്ഷിച്ചു. വെബ്സ്റ്റർക്ക് എയർലി ഇന്നിംഗ്സിൽ ലഭിച്ച ലക്ക് മത്സരത്തിൽ വലിയ ഡിഫറൻസ് കൊണ്ടുവന്നിരുന്നു. താരം നേരത്തെ ഔട്ടായിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയ 180-ൽ താഴെ ഓൾ ഔട്ട് ആയേനെ. ടീക്ക് ശേഷം 20 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റ് നഷ്ടപ്പെട്ട് ഓസ്ട്രേലിയ 212-ന് ഓൾ ഔട്ട് ആവുകയാണ് ഉണ്ടായത്. സ്മിത്ത് 66-ഉം വെബ്സ്റ്റർ 72-ഉം നേടി. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി റബാദയാണ് 5 വിക്കറ്റ് നേടി തിളങ്ങിയത്. റബാദയുടെ ഡ്രഗ് യൂസിനെ വിമർശിച്ച് ടിം പെയിൻ നടത്തിയ കമന്റുകൾ റബാദയ്ക്ക് മോട്ടിവേഷൻ ആകുമെന്ന് മത്സരത്തിന് മുൻപ് ബൗമ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ഉണ്ടായത്. ടിം പെയിൻ എപ്പോൾ സ്ലെഡ്ജിംഗ് നടത്തിയാലും അത് ബാക്ക് ഫയർ ആവുകയാണ് ചെയ്യുന്നത്. മാർക്കോ യാൻസൺ 3 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിലേക്ക് വന്നാൽ ഈ ബൗളിംഗ് കണ്ടീഷൻസിൽ സ്റ്റാർക്ക്, ഹേസൽവുഡ് എന്നിവരുടെ ഓപ്പണിംഗ് സ്പെല്ലിനെതിരെ തന്നെ ഒരു ക്ലൂവും സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. മാർക്രം ആദ്യ ഓവറിൽ തന്നെ പോയപ്പോൾ 1 ഡൗണിൽ സൗത്ത് ആഫ്രിക്ക പരീക്ഷിച്ച മുൾഡർക്ക് പന്ത് എതിരെയാ പോകുന്നത് എന്ന് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്ന് കളി കണ്ടപ്പോൾ തോന്നിയിരുന്നില്ല. റിക്കൾട്ടൻ മാത്രമാണ് പോസിറ്റീവായ ഷോട്ട്സ് കളിച്ച് ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാൻ നോക്കിയത്. എന്നാൽ താരത്തെ സ്റ്റാർക്ക് മടക്കിയതോടെ പിന്നീട് ജസ്റ്റ് സർവൈവൽ മാത്രമായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ലക്ഷ്യം. മുൾഡർ, സ്റ്റബ്സ് എന്നിവരും പോയി 30-4 ആയിരുന്നു സൗത്ത് ആഫ്രിക്ക. ക്യാപ്റ്റൻ ബൗമ ഡിറ്റർമൈൻഡായി ഡിഫൻസിനെ ട്രസ്റ്റ് ചെയ്ത് കളിച്ചിരുന്നു. ബൗമ തന്നെയാണ് സൗത്ത് ആഫ്രിക്കയുടെ ഏക പ്രതീക്ഷയും. ഇനി അത്ര ഡീപ്പായ ബാറ്റിംഗ് ഒന്നും വരാനില്ല. ബൗമ ബെഡിംഗ് ജോഡി ഒരു പാർട്ണർഷിപ്പ് ഇന്നുണ്ടാക്കിയിട്ടില്ല എങ്കിൽ 100% ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡ് ഓസ്ട്രേലിയ നേടുമെന്ന് ഉറപ്പാണ്. നിലവിൽ 169 റൺസ് എന്നത് വലിയ ടോട്ടലായി തന്നെ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോ ഗെയിം ഇന്നുകൊണ്ട് തന്നെ ഏകദേശം തീരുമാനമാകും. മൂവിംഗ് ഡേ ആയ 3-ാം ദിവസം വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. മര്യാദയ്ക്ക് ഫസ്റ്റ് ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയ തീർച്ചയായും സമ്മർദ്ദത്തിലാക്കാനുള്ള ചാൻസ് സൗത്ത് ആഫ്രിക്കയ്ക്കുണ്ടായിരുന്നു. അതവർ ഇന്നലെ ഒരു സെഷൻ കൊണ്ട് തന്നെ നശിപ്പിച്ചു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സ്റ്റാർക്ക് 2 വിക്കറ്റും കമ്മിൻസ്, ഹേസൽവുഡ് എന്നിവർ ഓരോ വിക്കറ്റും നേടി. 43-4 എന്ന നിലയിലാണ് സൗത്ത് ആഫ്രിക്ക. അവർ 169 റൺസിന് പിന്നിലാണ്.